നമ്മൾ കുറെ കാലമായി കേൾക്കുന്ന ഒരു വാക്കാണ് ക്രിപ്റ്റോ കറൻസി. എന്നാൽ 90% ആളുകൾക്കും ഇതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസികൾ ഡിജിറ്റൽ പണമാണ്. ഇവ കാണാനോ സ്പർശിക്കാനോ സാധിക്കില്ല. എന്നാൽ ഇവയ്ക്ക് മൂല്യമുണ്ട്. ഒരു ബാങ്ക് പോലെയുള്ള കേന്ദ്രീകൃത അഥവാ സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇതിനില്ല. എന്നാൽ കമ്പ്യൂട്ടർ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയാണ് ഇവ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഉള്ളിൽ വിനിമയം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് അഥവാ കോഡുകളാണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത്. 2008 സദാഷി നാക്കോമോട്ടോ എന്ന വ്യക്തിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ക്രിപ്റ്റോഗ്രഫി സംവിധാനത്തിലൂടെ ഡാറ്റ മൈനിങ്ങിലൂടെയാണ് ക്രിപ്റ്റോ കറൻസി നിലവിൽ വന്നത്. അതിവേഗത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയും എന്നുള്ളതും അജ്ഞാതമായ ഇടപാടുകൾ സുരക്ഷിതമായി രാജ്യത്തിൻ്റെ അതിർവരമ്പില്ലാതെ ഇടനിലക്കാരില്ലാതെ അതിവേഗത്തിൽ നടത്താം എന്നതാണ് ഏറ്റവും വലിയ ഗുണം. ചുരുക്കി പറഞ്ഞാൽ ഫ്യൂച്ചറിൻ്റെ കറൻസിയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ US ഡോളറും ഇന്ത്യൻ റുപ്പിയും അങ്ങനെയുള്ളത് ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല. മറിച്ച് ക്രിപ്റ്റോ കറൻസിയിലായിരിക്കും ആളുകൾ കൂടുതൽ വിനിമയം നടത്തുന്നത്. ക്രിപ്റ്റോയുടെ മൂല്യം അവിശ്വസനീയമായി കൂടുന്നു എന്നുള്ളതാണ് കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും പ്രധാന കാരണമായി കാണുന്നത്. ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. 2009 വെറും 34 പൈസ മാത്രമാണ് ബിറ്റ്കോയിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ബിറ്റ്കോയിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 46 ലക്ഷത്തിന് മുകളിലാണ്. ക്രിപ്റ്റോ കറൻസി രൂപയിലേക്കോ മറ്റേതെങ്കിലും പണമായി മാറ്റാൻ പറ്റുമോ എന്നാണ് എല്ലാവർക്കും ഒരു സംശയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഏത് കറൻസിയും ഏത് ക്രിപ്റ്റോയും ഏത് രൂപയിലേക്കോ കറൻസിയിലേക്കോ നമുക്ക് മാറ്റാൻ കഴിയും. അതിനുശേഷം വാലറ്റ് വഴി ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ ഇത്തരത്തിൽ പണമായി എളുപ്പത്തിൽ നമുക്ക് ലഭിക്കും. ഇനി ക്രിപ്റ്റോ കറൻസികൾ എങ്ങനെ വാങ്ങാമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്ന് ചോദിച്ചാൽ വിവിധ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാൻ കഴിയും. നിക്ഷേപകർക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും CoinDCX, വാക്സിറസ് പോലെയുള്ള നിരവധി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ സൈനപ്പ് ചെയ്ത് KYC പ്രക്രിയകൾ എല്ലാം പൂർത്തിയാക്കി അത്തരത്തിൽ ഇടപാടുകൾ നടത്താൻ സാധിക്കും. ഫ്യൂച്ചറിൻ്റെ കറൻസി, അതെ, ക്രിപ്റ്റോ കറൻസി. എന്നാൽ ക്രിപ്റ്റോ കറൻസികൾ ഒരു ചൂതാട്ടമാണോ എന്നാണ് എല്ലാവർക്കും സംശയമായിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല. അടുത്ത എപ്പിസോഡിൽ കാണാം.